അതായത് ഒരു സഭ അല്ലെങ്കിൽ കോൺഗ്രസ് ആവട്ടെ ഏത് പാർട്ടി ആവട്ടെ സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിക്കുമ്പോൾ സാമുദായിക പരിഗണനകളൊക്കെ എടുക്കാറുണ്ട്. അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല ആ അർത്ഥത്തിൽ. പക്ഷേ ഒരു സാമുദായിക സംഘടന ഡിക്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ശരിയാണെങ്കിൽ, ഇദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ 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 മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇവിടെ എബ്രഹാം മാത്യു ആ തരത്തിലുള്ള ഏതെങ്കിലും യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അതിരൂപതകളോ രൂപതകളോ അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നതായി നമുക്കറിയില്ല. കോൺഗ്രസിനകത്താണ് കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വരട്ടെ എന്നൊരു ചർച്ചയും മറ്റുമൊക്കെ ഉരുവം കൊള്ളുന്നത്. അതല്ലാതെ സഭ ഇന്ന ആളെ KPCC പ്രസിഡന്റ് ആക്കി വെച്ചോളൂ എന്ന മട്ടിൽ എവിടെയും ഒരു ശാസനം നൽകിയതായി അറിയില്ല. അല്ല, ചാനലുകളിൽ നിങ്ങളുടെ അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്, അതായത് ഒന്നുകിൽ സണ്ണി ജോസഫ് അല്ലെങ്കിൽ ആന്റോ ആന്റണി, ഇവരിൽ ഏതെങ്കിലും ഒരാളാവണം KPCC പ്രസിഡന്റ് എന്നുള്ളത് കത്തോലിക്ക സഭ, കേരളത്തിലെ സഭ പറഞ്ഞു എന്നാണ്. ആ വാർത്ത മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെ ആണെങ്കിൽ അത് ഭയങ്കര മോശമാണ്. മാത്രമല്ല, അതിനൊരിക്കലും ഇലക്ഷൻ സമയത്ത് സാമുദായിക റെപ്രസെന്റേഷൻ പാർട്ടികൾ ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായും നടക്കുന്നതും ഒരാൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇപ്പോൾ എബ്രഹാം മാത്യുവും പിന്നെ ചേക്കുട്ടി മാഷും സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും പറഞ്ഞതിന് ശേഷമേ നിങ്ങൾ പറയാവുള്ളൂ എന്ന് എന്നോട് പറയുന്നത് പോലുള്ളൊരു അനീതിയാണത്. അങ്ങനെയല്ലല്ലോ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു സർപ്രൈസും ഇല്ല. കാരണം അന്ന് കെ സുധാകരൻ KPCC പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ദേശാഭിമാനിയിൽ CPM നേതാവായിരുന്ന AK ബാലൻ എഴുതിയൊരു ലേഖനം ഉണ്ടായിരുന്നു. അവർ ബ്രണ്ണൻ കോളേജ് കാലം മുതൽ ഇവർ സുഹൃത്തുക്കളായിരുന്നു, പിണറായി വിജയനും കെ സുധാകരനൊക്കെ. അതിൽ AK ബാലൻ പറയുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു: ആളുകളെ ഇണക്കി കൊണ്ടുപോവാൻ കെ സുധാകരൻ അറിയില്ല, പിണക്കി കൊണ്ടുപോവാനേ അറിയുള്ളൂ എന്ന്. അന്ന് നടന്നൊരു ചർച്ച മാതൃഭൂമി തന്നെയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: തെന്നല ബാലകൃഷ്ണപിള്ളയെയോ VM സുധീരനെയോ അല്ലെങ്കിൽ ഒടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെയോ മാറ്റിയതുപോലെ കെ സുധാകരനെ മാറ്റുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല എന്ന്. അവിടെയാണ് AICC നേതൃത്വം കുടുങ്ങാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന. ഗോപികൃഷ്ണൻ കൊടുത്തുള്ള ഇന്റർവ്യൂവിൽ കെ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കൃത്യമായൊരു സൂചനയായിരുന്നു അത്. അതായത് എനിക്ക് പോകണം തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെയുള്ള ഒരാളെ KPCC പ്രസിഡന്റ് ആക്കുന്നത്. ഇപ്പോഴും ഒരുപക്ഷെ അദ്ദേഹം ഇറക്കുന്ന ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിലെ ആളുകൾ ആലോചിക്കുന്നതിന്റെ കാര്യം അദ്ദേഹം ആലോചിക്കുന്നതും പറയുന്നതും തമ്മിൽ ബന്ധമില്ല എന്നാണ്. റിപ്പോർട്ടർ ചാനലിനോട് അദ്ദേഹം പറയുന്നത് നികേഷ് കുമാറിന്റെ പത്രത്തിനോട് ഒരു കോംപ്രമൈസും ഇല്ല എന്നാ. അത് പത്രമല്ല എന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല. നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ ഇല്ല എന്നുള്ളത് ഇദ്ദേഹത്തിന് ഓർമ്മയില്ല. ഒരു വർഷം 1.5 വർഷം പിറകിലാണ്. ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാറ്റണം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ മാറ്റാൻ പറ്റാത്തതും. നമ്മൾ റിപ്പോർട്ടും അദ്ദേഹത്തിന്റെ ഡയലോഗ്സും കേട്ടാൽ മനസ്സിലാവുന്നത്, ഡൽഹിയിൽ നിന്ന് ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും സംസാരിച്ച് ഇറങ്ങുമ്പം പറഞ്ഞ കെ സുധാകരൻ അല്ല തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പറയുന്നത്. അദ്ദേഹം ആലോചിക്കുന്നു, അദ്ദേഹം പറയുന്നത് തമ്മിൽ കോർഡിനേഷൻ ഇല്ല. ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയാണ്ട് ഈ പൂച്ചയൊക്കെ ചെറിയ പാത്രത്തിനിടയ്ക്ക്, ഞങ്ങൾ വടകരക്കാരെ മുരുടാന്ന് പറയാം, ചെറിയ വാവട്ടം കുറഞ്ഞ പാത്രത്തിനകത്തേക്ക് തലയിടുന്നതിന് മുമ്പ് അത് ഉറപ്പുവരുത്തും തല അതിൻ്റെ അകത്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നുള്ളത്. എന്നാലും ചില പൂച്ചകളുടെ തലയിൻ്റെ അകത്ത് കുടുങ്ങിപ്പോവും. അതേ അവസ്ഥയിലാണ് AICC. ഇതിൻ്റെ അകത്ത് കെ സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കി അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്നുള്ള ധാരണയില്ല. മാത്രമല്ല, ഏബിൾ ആയിട്ടുള്ള ഒരാളെ KPCC പ്രസിഡന്റ് ആക്കാൻ ഹൈക്കമാൻഡിനോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ ഭയങ്കര കമാൻഡുള്ള കേരളത്തിലെ ചില ആളുകൾക്കോ പറ്റില്ല. അവർ വളരെ വീക്കായ ഒരാളെ മാത്രമേ വെക്കുള്ളൂ. കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു KPCC പ്രസിഡന്റിന് അവർക്ക് വേണ്ട എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ആരോഗ്യമില്ലാത്തത് കെ സുധാകരന് മാത്രമല്ല, AICCയുടെ സ്ട്രക്ചറിന് കൂടിയാണ് ആരോഗ്യമില്ലാത്തത്. പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. KPCC പ്രസിഡന്റായി ആര് വരണം എന്ന് തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ ചില ആംഗിളുകൾ കൂടി, അതായത് യാതൊരു അലോസരവും ഉണ്ടാക്കാത്ത ഒരാൾ എന്ന ഒരു പരിഗണനയാണോ, സാമുദായിക പരിഗണന എന്ന് പറയുകയും യഥാർത്ഥത്തിലുള്ള പരിഗണന വേറെയാവുകയും ആണോ എന്ന സംശയം സ്വാഭാവികമായും ചില ആളുകളെങ്കിലും ഉന്നയിക്കുന്നുണ്ട്.